ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഇന്നത്തെ നമ്മുടെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് വീഡിയോ കാണുക കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മൾ ഇന്ന് മിറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഫ്രണ്ട് വശമാണ് രാവിലെ തൂത്തിടുന്നത് കേട്ടോ. കുറച്ച് താമസിച്ചാണ് അപ്പുറത്തെ സൈഡ് ഞാൻ തൂത്തിടുന്നത്. അന്നേരം രാവിലെ തന്നെ നമ്മൾ മിറ്റം തൂത്തിട്ട് കയറുവാണെങ്കിൽ പിന്നെ ഒരു സമാധാനത്തോടെ നമുക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ തേടെ മിറ്റമൊക്കെ അടിച്ചിട്ടു. പിന്നെ നമ്മൾ ഇന്ന് പാലപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാലപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിറ്റമൊക്കെ 4 പുറം അടിച്ചിട്ട് അകത്ത് കയറി. അന്നേരം നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം രാത്രി തന്നെ നമ്മളിത് റെഡിയാക്കി വെച്ചതാണ്. ചോറും തേങ്ങായും പച്ചരിയും കൂടെ അരച്ച് ഈസ്റ്റ് ഇട്ട പാലപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് പാലപ്പത്തിന് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് കറിയാണ്. പാലൊഴിച്ച കിഴങ്ങ് കറി, തേങ്ങാപ്പാലൊഴിച്ച്. അന്നേരം കുറേ വീഡിയോ ഞാൻ ഈ കിഴങ്ങ് കറി ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് കിഴങ്ങ് കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിനകത്തേക്ക് നമ്മൾ കിഴങ്ങും പിന്നെ ക്യാരറ്റും സവാള എല്ലാം കൂടെ വഴറ്റി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി നീട്ടിയാണ് ഞാൻ ഈ കറി എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം പാലപ്പത്തിനൊക്കെ ഇവിടെ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അന്നേരം അങ്ങനെ എടുത്തിട്ട് ഞാനൊന്ന് ഉടച്ച് കൊടുത്തു, കടുക് വറുത്തെടുത്തു. അന്നേരം നമ്മുടെ പാലപ്പവും കിഴങ്ങറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം അപ്പൂസിന് സ്കൂളിൽ പോകണം. ടിനോപ്പന് പോകണ്ട, അവധിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്ളോഗ് കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റുമല്ലേ. അങ്ങനെ അപ്പൂസിനുള്ള പാലപ്പമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഞാൻ 2-3 എടുത്തു വെച്ചത് അവന് കൊണ്ടുപോകാനൂടെ ആണ് കേട്ടോ. അന്നേരം അതിനകത്തുനിന്ന് ഒരെണ്ണം എങ്ങാണ്ട് കഴിച്ചു. അങ്ങനെ അപ്പൂസൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പെരയ്ക്കവെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ എത്ര തൂത്ത് വൃത്തിയാക്കിയാലും ഭയങ്കര പൊടിയാണ് നമുക്ക് മുറിക്കകത്തൊക്കെ. അന്നേരം രാവിലെയും വൈകിട്ടും തൂത്തിട്ട് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. ഭയങ്കര പൊടിയാണ്. നമ്മൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് അകത്തോട്ട് നല്ല പൊടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തൂത്തെല്ലാം വാരി തുടച്ച് ഇട്ടിട്ടുണ്ട്. തുടയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അന്നേരം മിറ്റമൊക്കെ രാവിലെ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അന്നേരം നമ്മൾ ഇന്ന് കറി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചേട്ടൻ കുറേ ഇരുമ്പമ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാനതെല്ലാം അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി നമ്മുടെ വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഇങ്ങനെ ഉണക്കിയെടുത്തു കേട്ടോ. കാരണം നല്ല വെയിലല്ലേ. എന്നിട്ട് നമ്മൾ 2 ദിവസം വെച്ചാൽ മതി, തന്നെ ഇങ്ങനെ കരിഞ്ഞ പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്കിത് അച്ചാറിടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണക്കി നിങ്ങൾ അച്ചാറിട്ടിട്ടില്ലെങ്കിൽ ഇരുമ്പമ്പുളി ഇങ്ങനെ ഉണക്കി ഒന്ന് അച്ചാറിട്ട് നോക്കണം. അന്നേരം കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറേ ഏറെ ഉണ്ടായിരുന്നു അരിഞ്ഞെടുത്തപ്പം. പക്ഷേ ഉണങ്ങി വരുമ്പം ഒരു പിടിയേ ഉള്ളൂ. അത് അച്ചാറിടുന്നത് ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് കേട്ടോ. അന്നേരം നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് കൂടുതലും അച്ചാറിടുന്നത് കേട്ടോ. അതാകുമ്പം കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. അന്നേരം പക്ഷേ ഇത് കുറച്ച് ദിവസമൊന്നും ഇരുന്നില്ല, പെട്ടെന്ന് തീർന്നു. ഉണങ്ങിയ അച്ചാറായതുകൊണ്ട്, ഉണങ്ങിയ ഇരുമ്പുളി ആയതുകൊണ്ട് അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അന്നേരം ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മക്കൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പം കഴിച്ച് പെട്ടെന്ന് അത് തീർത്തു. ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ.
നമ്മൾ ആ കടുകും ഉലുവായും ഒക്കെ ഇട്ട് പൊട്ടി വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലവണ്ണം ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാടി വന്നപ്പോഴത്തേന് നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലവണ്ണം ഒന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളിയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം എൻ്റെ കയ്യിൽ ഇപ്പം വിനാഗിരി ഇല്ല, തീർന്നു പോയി. കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പുളി കുറവാണ് കേട്ടോ. ഇരുമ്പൻപുളി എന്ന് പറഞ്ഞാൽ പുളിയുള്ള സംഭവമാണ്, പക്ഷേ ഉണങ്ങി കഴിഞ്ഞാൽ പുളി കുറവാണ്. അന്നേരം നമുക്ക് ഇന്ന് വൈകിട്ട് വിനാഗിരി മേടിക്കണം. അന്നേരം ഞാൻ ഇപ്പം വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഉപ്പൊക്കെ ഇട്ടാൽ ഉണക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്ക് കേട്ടോ. ഞാനതുകൊണ്ട് ഇന്ന് വേറെ കറികളൊന്നും വെച്ചിട്ടില്ല. ഒരു ഉണക്ക ചെമ്മീനൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടെ കാണിച്ചു തരാം. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ കറികളൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് പച്ചമാങ്ങയുണ്ട്, അതുകൂടെ ഇതുപോലൊന്ന് അരിഞ്ഞ് വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 3-4 മാങ്ങയുണ്ട് കേട്ടോ. അതുകൂടെ അരിയാനായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡാക്കി കേട്ടോ. അന്നേരം ആദ്യത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടില്ല വേറെ എൻ്റെ മോൻ്റെ ഫോണിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ ചാനലിൽ വന്നിട്ടില്ലെന്ന്. അന്നേരം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കേട്ടോ, തുഷാര, അവളെ വിളിച്ച് ചോദിച്ചു. അന്നേരം തുഷാരയും 2-3 ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ബിനാമേ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡാക്കിയത്. എന്നിട്ടും രണ്ടാമതും അപ്ലോഡാക്കിയിട്ട് പിന്നെയും ചോദിച്ചപ്പം ഇതുപോലെ തന്നെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഈ പുതിയ അപ്ഡേറ്റ് ആണോന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ കളികളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലേ. അന്നേരം നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാം ഒന്ന് നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബീന ഇപ്പം വീഡിയോ ഇടുന്നില്ലെന്ന്. എനിക്ക് മനസ്സിലായി നോട്ടിഫിക്കേഷൻ ചെല്ലാത്തത് കൊണ്ടാണ്. അന്നേരം ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞു. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ച് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് ഉണക്ക ചെമ്മീനാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയാസ് വെറൈറ്റി എന്ന് പറഞ്ഞ നമ്മുടെ ജയചേച്ചി ഇത് പീര വെക്കുന്ന കണ്ടപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ ഇതിരിപ്പുണ്ടെന്ന്. അന്നേരം ഞാനതൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. അതൊന്ന് വറുത്തെടുത്തു. അതിനകത്തേക്ക് തേങ്ങായും ചുവന്നുള്ളി മഞ്ഞപ്പൊടിയല്ല മുളക് പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അന്നേരം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.